ഇതിപ്പെന്താണെന്ന് ഭയമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു വേറാണ് 90% ഒരു പകലും കാണുമ്പോൾ അതിൽ ഭർത്താവിനും സുഖക്കേടൊക്കെ പക്ഷെ വീട്ടിലുണ്ടായിട്ട് കണ്ടതായിരുന്നു. ഇന്ന് ഒരുപാട് പേര് ഒരുപാട് കാണുന്നു നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ 10 പേര് വെച്ച് ഇന്ന് വിവാഹം കഴിഞ്ഞാൽ സെപ്പറേഷനുള്ള ക്യാൻസർ കാണുന്നത് മറ്റൊരു റിലേഷൻഷിപ്പിനുള്ള യോഗമാണത്. അതുപോലെ തന്നെ ചുമ്മാതെ ഭയങ്കര വല്ലാത്ത അതേപോലെ ചെയ്ത് കിടക്കാനുള്ള ഒരു ടെൻഡൻസി, അതേപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതിന്റെ പേരിൽ ഒരു റിലേഷൻഷിപ്പിനെ ഒരാളെ നമ്മുടെ വ്യക്തിയെ ബന്ധിപ്പിച്ചാൽ അത്രയും സെറ്റേഡ് ആവും. അതുപോലെ ഇൻസെക്യൂർ ആയിരിക്കും, ഫിയർഫുൾ ആയിരിക്കും, ഒരു ടെൻഷനും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നങ്ങളുണ്ടാവും. ഒതുക്കി നിർത്താൻ പല പാർട്ട്ണറെ തമ്മിലേക്ക് ഒതുക്കി നിർത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. തമ്മിൽ ഒതുക്കുന്നില്ല, വേറെ ബെറ്റർ ഓപ്ഷൻ കണ്ടാൽ അതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരും ഏഴാം ഭാഗത്ത് സെപ്പറേഷൻ ഉള്ള യോഗം ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ജാതകങ്ങളൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരാണ് ഗുരുസാണ് കണ്ടിട്ടുണ്ട്. അതുപോലെ ടെക്നോളജി ചെയ്യുന്നത് 11ാം ഭാവം, അതുപോലെ ചന്ദ്രബന്ധം, അതേപോലെ 4 ചൊവ്വ ഒക്കെ വരികയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ 5ാം ഭാവാധിപനാണ്, 7ാം ഭാവാധിപൻ ആണല്ലോ, ഇങ്ങനെയൊക്കെ വന്നിട്ട് മൊത്തത്തിലൊരു പുസ്തകത്തിൽ ടെക്നോളജി ആളുകൾ വിവാഹം കഴിഞ്ഞാൽ 10 പേര് വെച്ച് ഇന്ന് വിവാഹം കഴിഞ്ഞാൽ സെപ്പറേഷനുള്ള ക്യാൻസർ കാണുന്നത് മറ്റൊരു റിലേഷൻഷിപ്പിനുള്ള യോഗമാണത്. അതുപോലെ തന്നെ ചുമ്മാതെ ഭയങ്കര വല്ലാത്തൊരു അതേപോലെ 100% ഉറപ്പാണ് എത്ര ചെയ്യാത്ത വിവാഹം നടത്തിയാൽ ഇന്നത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ വിവാഹം വിദ്യാഭ്യാസ അങ്ങനെ ഇത് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം കഴിഞ്ഞ് അതുപോലെ പാർട്ട്ണർഷിപ്പ് ശേഷം വിവാഹം കാര്യമില്ല എന്ന് പരീക്ഷിക്കുകയും ചെയ്യും. ടെക്നോളജികൾ 7 തരത്തിലെയും 7ാം ഭാവങ്ങളിൽ കേന്ദ്രത്തിലേക്ക് മാത്രം വരികയും ടെക്നോളജിയിൽ നിന്നും 7ാം ഭാവത്തിൽ നിന്നും നക്ഷത്രാദിക്കും ശുഭനായ ഫലങ്ങൾ കേന്ദ്രമാക്കി നിൽക്കുകയും ശുക്രൻ ബലം വരികയും ചെയ്താൽ 100% ഉറപ്പാണ് എത്ര ചെയ്യാത്ത വിവാഹം നടത്തിയാൽ ഇന്നത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ വിവാഹം കൊണ്ട് വിദ്യാഭ്യാസം അങ്ങനെ നല്ല ചെയ്യും. ഉറപ്പാണ് ഇത് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം കഴിഞ്ഞ് അതുപോലെ അതുപോലെ തന്നെ കാലഘട്ടമായിട്ടുള്ള ശുക്രൻ ശുഭത്തിലെ കാണുന്നുണ്ട്. 100% ഉറപ്പാണ് ഓരോ പേരും നോക്കിയില്ലെങ്കിൽ പോലും ആ വിവാഹം അവരെ നന്നായിരിക്കും. പുരുഷജാതകത്തിലെ ശുക്രനെയും ചൊവ്വയെയും, സ്ത്രീജാതകത്തിൽ ഗുരുവിനെയും ശുക്രനെയും പ്രത്യേക ഗുരുവിനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ പൊതുവെ വിവാഹ വിഷയത്തിന്റെ കാലം ശുക്രനാണെങ്കിൽ 7ാം ഭാവത്തിന്റെ പല കാര്യങ്ങൾക്ക് ഈ വ്യാഴവും ബുധനും ഒരു സെക്രട്ടറി ഇൻഡിക്കേറ്റീവാണ്, കാലന്മാരാണ്. അതൊന്നും നോക്കാം. അപ്പൊ ലഗ്നാദികൾ 7 നിന്നാൽ എന്തായാലും നോക്കാം. ലഗ്നാദികൾ 7 നിന്ന് കഴിഞ്ഞാൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, വളരെ കോപ്പറേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പാർട്ട്ണറെ മനസ്സിലാക്കാൻ ഹാൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു. ലഗ്നാദികൾ വളരെ ചിലപ്പോൾ പോസിറ്റീവായിട്ടാണ് നോക്കുന്നത്. 7ലേക്ക് വളരെ ഹാർമണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതായത് ഉറപ്പായിട്ടുണ്ടാവും ഹാർമണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ലഗ്നാദികൾ 7ാം ഭാവാദിന്റെ വരവ് അതുപോലെ തന്നെ കാലഘട്ടമായിട്ടുള്ള ശുക്രൻ ശുഭത്തിലാണെന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഓരോ പേർക്കും നോക്കിയില്ലെങ്കിൽ പോലും ആ വിവാഹം അവരെ നന്നായി ചെയ്യും. അതിലൊരു സംശയമില്ല. എന്തൊക്കെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ പൂർണ്ണതയ്ക്കുള്ള സ്ഥലമായിരുന്നു, മോക്ഷത്തിലേക്ക് പോകാനുള്ള സ്ഥലമായിരുന്നു. പൂർണ്ണരായ ആരും ഉണ്ടെങ്കിൽ പോലും അവരുടെ സുഖമുണ്ട്.
ലഗ്നാധിപൻ ഏഴ് തലത്തിലെയും ഏഴാം ഭാവങ്ങളുടെ കേന്ദ്രതയോട് മാത്രം വരികയും ലഗ്നാധിപനും ഏഴാം ഭാവത്തിനും നക്ഷത്രാധിപൻ ശുഭനാമോ അല്ലെങ്കിൽ കേന്ദ്രമാസം നിൽക്കുകയും ശുക്രൻ ബലം വരികയും ചെയ്താൽ 100% ഉറപ്പാണ്. എത്ര ചെയ്യാത്ത വിവാഹം നടത്തിയാൽ ഇന്നത്തെ ദിവസത്തിൽ ഒരു വിവാഹ യോഗമോർക്കൊണ്ട് വിജയമായിട്ട് നല്ല ഉറപ്പാണ്. കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞു അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ് സൗഹൃദങ്ങൾ ചേർന്ന് ഇവർക്ക് കഴിവത്തിന് ആശ്രയിക്കുന്നത് എപ്പോഴും വിവാഹ ജീവിതം നമ്മൾ കുറേ കൂടുതൽ മനസ്സിലാക്കാൻ നാച്ചുറലായിട്ട് കൂടുതൽ പഠിക്കാനുണ്ടാക്കില്ല. അത് നാച്ചുറലായിട്ട് വരേണ്ടതാണ്. അത് സംഭവിക്കും. കഴിവുണ്ടോ ജനറേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ് എന്നുള്ളത് സംശയം. എന്നാൽ മേനം അതുപോലെ തന്നെ ലിയോ ചിഹ്നം ഈ രാശിക്ക് ലഗ്നാധിപതി ഏഴാം ഭാവത്തിൽ പ്രിപ്പറേഷനുള്ള യോഗം ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ജാതകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരാണ് യൂസാണ് കണ്ടിട്ടുണ്ട്. അതുപോലെ ലഗ്നാധിപതി ഏഴിൽ നിൽക്കുകയും 11-ാം ഭാവം അതുപോലെ ചന്ദ്രബന്ധം അതേപോലെ നാല് ചൂക്ക ഒക്കെ വരികയൊക്കെ ചെയ്താൽ അതിന് 2-ാം ഭാവാധിപനാണ് 7-ാം ഭാവാധിപനാണല്ലോ. ഇങ്ങനെയൊക്കെ വന്നിട്ട് മൊത്തത്തിലെ ഒരു പുസ്തകമാണ് ലഗ്നാധിപൻ ആറിൽ നിൽക്കുകയും ചെയ്യുകയും വിവാഹം കഴിഞ്ഞാൽ 10 ദിവസം വെച്ച് വിവാഹം കഴിഞ്ഞാൽ സെപ്പറേഷനുള്ള ചാൻസസ് ആണ്. റിലേഷൻഷിപ്പിനുള്ള യോഗമാണ്. അതുപോലെ തന്നെ ചുമ്മാതെ ഭയങ്കര വല്ലാതെ അതേപോലെ ടീമോൺ ചെയ്ത് കിടക്കാനുള്ള ഒരു ടെൻഡൻസി, അതേപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതിന്റെ പേരിൽ ഒരു റിലേഷൻഷിപ്പിനെ ഒരാളെ നമ്മൾ ഒരിക്കലും ബന്ധിപ്പിക്കാത്ത ഒരാളെ ആവാനുള്ള കഴിയും. അത്രയും തെറ്റാവും. അതുപോലെ ഇൻസെക്യൂർ ആയിരിക്കും, ഫിയർഫുൾ ആയിരിക്കും, ഒരു ടെൻഷനും ബന്ധപ്പെട്ടൊരു പ്രശ്നങ്ങളുണ്ടാവും. ഒതുക്കി നിർത്താൻ പല പാർട്ട്ണറെ തന്നുള്ളിലേക്ക് ഒതുക്കി നിർത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. തന്നുള്ളിൽ ഒതുക്കില്ല വേറെ ബെറ്റർ ഓപ്ഷൻ കണ്ടാൽ അതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓരോ ജനറേഷനും അതുപോലെ കമ്പാഷനേറ്റ് ആൻഡ് ഗ്രേസ്ഫുൾ ആണ്. അതിൽ പറയുന്നത് ഭയങ്കര കാര്യം ഒറ്റക്കാരുള്ള ബ്യൂട്ടി ഓഫ് റിലേഷൻഷിപ്പ് ലോയലിറ്റിയാണ്. നമുക്ക് ആ ലോയലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ ശക്തി ഉണ്ടെങ്കിൽ ആ ഒരു സത്യസന്ധത നമുക്ക് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാവാം. 7-ാം ഭാവം അറ്റാച്ച്മെന്റ് ആകാം. ഇതിലുണ്ടാവുന്ന ഭയമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു വേറാണ് ഒരു പതിവ് കാണുന്നു. അതിനുണ്ടാകുന്ന ഒരു സമ്പദ്യോഗമാണ് മഹാലക്ഷ്മിയോഗം. അതിശക്തമായിട്ടുള്ള മെറ്റീരിയൽ ഒരുവരുടെ പാസ്റ്റ് ലൈഫിലെ കാർമിക് കണക്ഷൻസ് ഒക്കെയിട്ട് സ്പിരിച്വാലിറ്റിയോടും ഒക്കെയുള്ള താല്പര്യം, അതിനെ മോഡേണൈസേഷൻ ചെയ്യാനുള്ള കാലദേശങ്ങൾക്കനുസരിച്ച് യാഥാർത്ഥിക രീതിയിൽ നിന്ന് മാറി അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ പ്രീവിയസ് ലൈഫിനെ ശരിക്കും കാണിച്ചു തരുന്ന പ്ലാനറ്റാണ് രാഹുൽ. പാസ്റ്റ് ലൈഫ് ജേർണിയിൽ അത് ഇൻകംപ്ലീറ്റഡായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഈ ജനം ചെയ്യേണ്ടത് എന്താണെന്ന് വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന പ്ലാനറ്റാണ് രാഹുൽ. തടം ചെയ്യുന്നത് വിഷം തീണ്ടുന്നത്, വിഷം കഴിച്ചു മരിക്കുന്നത്, ബ്രേക്കപ്പ് നിമിത്തം ഉണ്ടാക്കിയിട്ട് മരിക്കുന്നത്, ഇതെല്ലാം രാഹുവാണ്. അതോടെ വിഷയം ഭക്ഷണത്തിൽ ബന്ധിക്കത്ത്, റിലേഷൻഷിപ്പിൽ ബന്ധിക്കത്ത് എല്ലാത്തിൻ്റെയും ബന്ധിക്കത്താണ് രാഹു. രാഹു അനുഗ്രഹിച്ചാൽ ഉണ്ടാകുന്ന ഒരു സമ്പദ്യോഗമാണ് മഹാലക്ഷ്മി യോഗം. അതിശക്തമായിട്ടുള്ള മെറ്റീരിയൽ ഒരുവരുടെ പാസ്റ്റ് ലൈഫിലെ കാർമിക് കണക്ഷൻസ് ഒക്കെ 50 years back, an average South Korean, an average Chinese,